സിറിയയിൽ 3 ദിവസമായി തുടരുന്ന സംഘർഷത്തിനിടെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. 3 മാസം മുമ്പ് ദീർഘകാല പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും മാരകമായ കാലഘട്ടത്തിലൂടെയാണ് സിറിയ കടന്നുപോകുന്നത്. മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നവരും സൈന്യവും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. വ്യാഴാഴ്ച മുതൽ ആരംഭിച്ച സംഘർഷത്തിനിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും അസദ് ഉൾപ്പെടുന്ന അലവൈറ്റ് വിഭാഗവും ഉൾപ്പെടെ 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സും പ്രാദേശിക റിപ്പോർട്ടുകളും പറയുന്നു. അൽ ഖ്വയ്ദയുടെ ശാഖയായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം ഭീകരരാണ് സിറിയയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഭീകര സംഘടന അധികാരം ഏറ്റെടുത്തതിനു ശേഷം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൊടും ക്രൂരതകളാണ് ഭീകരരുടെ നേതൃത്വത്തിൽ അഴിച്ചുവിടുന്നത്. അൽ അസദിനെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ അക്രമമാണ് അടുത്തിടെയുണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകൾ. അലവൈറ്റുകളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളും അലവൈറ്റുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷയ്ക്കായി പ്രദേശങ്ങളിൽ നിന്ന് സമീപത്തുള്ള മലനിരകളിലേക്ക് പലായനം ചെയ്തതായി പ്രദേശവാസികൾ പറഞ്ഞു. ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനുശേഷം സിറിയയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. സിറിയൻ ഒബ്സർവർ കണക്കുകൾ പ്രകാരം ഏകദേശം 3 ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമേ രാജ്യത്ത് അവശേഷിക്കുന്നുള്ളൂ. ലതാക്കിയയിൽ ഒരു പ്രധാന സമൂഹമായ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. സിറിയയിലെ 3 പ്രധാന ക്രിസ്ത്യൻ സഭകളായ ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയക് ഓർത്തഡോക്സ്, മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭകളുടെ പിതാക്കന്മാർ ശനിയാഴ്ച ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയും അക്രമത്തെയും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളെയും അപലപിക്കുകയും ചെയ്തു. എല്ലാ മാനുഷികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഈ ഭയാനകമായ പ്രവൃത്തികൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും മതനേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.